ഓം ശാന്തി. ഒരു സാധാരണ ഒരു കൊച്ചു ഗ്രാമത്തില് അർജുനൻ എന്ന പേരിൽ കുട്ടി ഉണ്ടായിരുന്നു. ഗ്രാമം എന്ന് പറയുന്നത് അറിയാം, സാധാരണമാണ്. ആ ഗ്രാമത്തിലെ തന്നെ ഏറ്റവും സാധാരണക്കാരനായിരുന്നു നമ്മുടെ അർജുൻ. പഠനത്തിൽ അവൻ വളരെ നല്ലതായിരുന്നു. പക്ഷേ സാമ്പത്തികമായി അവന്റെ കുടുംബം വളരെ പിറകിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ പഠനത്തിന്റെ കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, സാമ്പത്തികമായ വിഷയം വരുമ്പോൾ അവന് പല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. കോളേജിലെ ഫീസ് കൊടുക്കണം. അപ്പൊ കൃത്യമായി ആഹാരം പോലും കഴിക്കാൻ പകയില്ലാത്തവരെങ്ങനെയാണ് കോളേജിൽ ഫീസ് കൊടുക്കുക? വളരെയധികം ഈ കാര്യത്തിൽ അവൻ ബുദ്ധിമുട്ടിയിരുന്നു. അപ്പൊ പലപ്പോഴും കൂട്ടുകാർ പറഞ്ഞു, നീ പഠിത്തം നിർത്തി വല്ല ജോലിക്ക് പോ, നിനക്ക് പഠിക്കാൻ കഴിവുണ്ട്, പക്ഷേ ഫീസ് കൊടുക്കണ്ടേ, എന്നിട്ട് നീ വല്ല ജോലിക്ക് പോ, അല്ല പാർട്ട് ടൈമായി ജോലി ചെയ്തുകൊണ്ട് വല്ലതും പഠിക്കൂ, അല്ല നിന്നെ കൊണ്ട് താങ്ങാനാവില്ല എന്ന് കൂട്ടുകാർ നിരന്തരം പറയുമായിരുന്നു. എന്നാൽ അർജുനന്റെ ഒരു വിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, അവൻ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് ധ്യാനിക്കും. സ്വയം പരംപിതാ പരമാത്മാവിനെ തന്റെ അച്ഛനായി കരുതി തന്റെ അനുഭവങ്ങളെല്ലാം പറയുമായിരുന്നു. ഈശ്വരൻ രൂപത്തിലാണ് അർജുൻ ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്താണ്, ആ അച്ഛനോട് ഹൃദയം തുറന്ന് അവൻ അവന്റെ എല്ലാ അവസ്ഥകളും പറഞ്ഞുകൊണ്ടേ. അവൻ ഇങ്ങനെ വിചാരിച്ചു, പരംപിതാ പരമാത്മാവൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു പരിസ്ഥിതിയും പ്രശ്നമല്ല, ഒരു സാഹചര്യത്തിനും എന്നെ തടയുവാൻ സാധിക്കില്ല, കാരണം അച്ഛൻ കൂടെയുണ്ട്. ഒരു ദിവസം കോളേജിൽ ഒരു വലിയൊരു സെമിനാർ നടക്കുകയായിരുന്നു. അവിടെ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു. അർജുനും പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി, ശാന്തിയോടുകൂടി ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവന്റെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള ടെൻഷനും ഉണ്ടായിരുന്നില്ല. ആ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന സമയത്ത് അവൻ വളരെയധികം ശാന്തമായി തന്നെ ഇരുന്നു. അപ്പോൾ ആ അർജുനോട് അവന്റെ എല്ലാ സാഹചര്യവും മനസ്സിലാക്കിക്കൊണ്ട് ഇന്റർവ്യൂ ബോർഡിൽ ചോദിച്ചു, ഇത്രയെല്ലാം കഠിനമായ സാഹചര്യങ്ങൾക്ക് നടുവിലും നീ എന്തുകൊണ്ടാണ് ഇത്ര ശാന്തമായിരിക്കുന്നത്, ഒന്നിലേക്ക് തന്നെ മനസ്സിനെ ഫോക്കസ് ചെയ്യുന്നത്, നീ ലക്ഷ്യത്തിൽ നിന്ന് പുറകോട്ട് പോകാത്തത്? ഉടൻ തന്നെ അർജുൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ കൂടെ എൻ്റെ പരംപിത പരമാത്മാവുണ്ട്. അങ്ങനെ അർജുനന് സ്കോളർഷിപ്പ് ലഭിച്ചു. അതിനുശേഷം അവൻ നല്ലതുപോലെ ആ സ്കോളർഷിപ്പ് കിട്ടിയ ധനം കൊണ്ട് അവൻ നല്ലതുപോലെ പഠിച്ച് അവന് എഞ്ചിനീയറിംഗ് പാസ്സായി, നല്ലൊരു എഞ്ചിനീയറായിട്ട് മാറി. അതിലൂടെ അവൻ തൻ്റെ ചുറ്റുപാടുമുള്ള യുവാക്കളെ പഠിപ്പിക്കുകയാണ്. പരിതസ്ഥിതികൾ എത്ര തന്നെ കാഠിന്യമുള്ളതായിക്കൊള്ളട്ടെ, ആത്മാവ് ആയ നമ്മൾ എപ്പോഴും പരംപിതാ പരമാത്മാവിന്റെ ഛത്രഛായയ്ക്കകത്താണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ വിടർന്നിരിക്കുന്ന ഒരു താമരപ്പൂവിനെ പോലെ ഫീൽ ചെയ്യാം. സാഹചര്യം എത്ര തന്നെ മോശമായാലും അതിൽ നിന്നെല്ലാം നമുക്ക് വേറിട്ടിരിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു അവ്യക്ത മഹാവാക്യം, അതായത് ഭഗവാൻ നമുക്ക് നൽകുന്ന വരദാനമാണ്. ഭഗവാന്റെ ഛത്രഛായയ്ക്ക് താഴെയിരിക്കും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ബിലീവ് ഇൻ യുവർ സെൽഫ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യം സ്വയത്തിൽ, ആത്മാവിൽ വിശ്വാസം ഉണ്ടാക്കുക. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി പഠന വിഷയത്തിൽ, പ്രത്യേകിച്ച് മാത്സിൽ വളരെ വീക്കായിരിക്കാം. അയ്യോ, എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കാതെ എനിക്ക് പഠിക്കാൻ പറ്റും. കുറേശ്ശെ അഭ്യസിക്കും ഓരോ ദിവസവും. അപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം ആദ്യം വളർത്തി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണമെങ്കിൽ നാളെ മാത്സിൽ ടോപ്പർ ആകാൻ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ്, ഫെയിലിയർ ഈസ് നോട്ട് ദ എൻഡ്. അഥവാ നമുക്ക് എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചാൽ അതൊരിക്കലും ഒന്നിന്റെ അവസാനമല്ല. ഫെയിലിയർ ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് സക്സസ്. നമുക്കുണ്ടാകുന്ന ഓരോ പരാജയങ്ങളും ജയത്തിന്റെ ഒരു ഒന്നാമത്തെ പാഠമാണ്. നമ്മുടെ പുസ്തകം വായിക്കുമ്പോൾ പഴയ പേജുകൾ മറിച്ചു പോവുക, അതിൽ വെട്ടലും തിരുത്തലൊക്കെ ഉണ്ടാവാം, പക്ഷെ മുന്നോട്ടുള്ള പേജോ ഫ്രഷ് ആയിരിക്കും, അല്ലെ?
അപ്പൊ കഴിഞ്ഞുപോയ പേപ്പറിൽ വെട്ടലും തിരുത്തലും ഉണ്ട്, അത് ഉപേക്ഷിക്കുക, വെച്ചേക്കുക. മുൻപോട്ടുള്ള പേപ്പർ നോക്കൂ, നല്ല വെളുത്ത പേപ്പർ, ക്ലീനായ പേപ്പർ. അവിടെ നമുക്ക് എന്തും വരയ്ക്കാം, എന്തും എഴുതാം, മുൻപോട്ട് പോകും. അതുകൊണ്ട് ഫെയിലുവർ എന്ന് പറയുന്നത് സക്സസിന്റെ ആദ്യത്തെ പാഠമാണ്. എക്സാമ്പിൾ, APJ അബ്ദുൽ കലാം അനുഭവം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആഗ്രഹിച്ചത് പൈലറ്റ് ആകാനാണ്, പക്ഷെ ആയിത്തീർന്നതോ ഭാരതത്തിന്റെ രാഷ്ട്രപതിയായി. എന്തുകൊണ്ടാണ്? മാത്രമല്ല, എവറി ഡേ ഈസ് എ ന്യൂ ഓപ്പർച്യൂണിറ്റി. നമുക്ക് ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ അവസരങ്ങളാണുള്ളത്. ഇന്നലെ അങ്ങനെ സംഭവിച്ചു, ഇന്നും അങ്ങനെ ആകണമെന്നില്ലല്ലോ, നാളെ ഇതുപോലെ ആകണമെന്നുമില്ലല്ലോ. ചാൻസുകൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി വന്നുകൊണ്ടിരിക്കും. എവറി മോർണിംഗ് ഈസ് എ ന്യൂ ചാൻസ് ടു ബിക്കം എ ബെറ്റർ വിഷൻ ഓഫ് യുവർ സെൽഫ്. നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഓരോ ദിവസവും നമുക്ക് പുതുമയുള്ളതായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ പുതുമകൾ കൊണ്ടുവരാനുള്ളതായിരിക്കും. ഇന്നലത്തേത് കഴിഞ്ഞു പോയി, നാളത്തെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ബാക്ക് പേജിലേക്ക് പോകാതെ, മറിച്ചുപോയ താളുകളിലേക്ക് നോക്കാതെ, ഇനി മുൻപോട്ടുള്ള താളുകളിൽ ശ്രദ്ധ കൊടുക്കുക. അതിലെന്താണ് എഴുതിയിരിക്കുന്നത് വായിക്കൂ. മറിച്ചുപോയ താളുകൾ കഴിഞ്ഞുപോയ കഥകളാണ്. വരാൻ പോകുന്നത്, ഇനി മറിക്കാനിരിക്കുന്നത് വരാൻ പോകുന്ന കഥകളാണ്. അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. പിന്നെ എല്ലാ ഭയങ്ങളെയും നമ്മൾ ഇല്ലാതാക്കും. ലെറ്റ് ഫിയർ ഗൈഡ്, നോട്ട് സ്റ്റോപ്പ്. ഒന്നിനെയും ഭയക്കാതിരിക്കാൻ പഠിക്കുക. എന്തിനെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത്, അതുതന്നെയാണ് നിങ്ങളെ ശക്തിശാലിയാക്കുന്നത്. ഒരു സാധനത്തെ ഭയന്നിട്ട് ഓടിയാലോ എന്നും ഭയന്നുകൊണ്ടിരിക്കും. ആ ഭയന്നത് എന്താണോ അതിനെ നേരിടാൻ ശ്രമിച്ചു നോക്കിക്കേ, നാളെ നമ്മൾ അതിനെ ജയിക്കും. എനിക്ക് പാമ്പിനെ പേടിയാണെങ്കിൽ അതുമായിട്ട് അടുക്കാൻ ശ്രമിച്ചു നോക്കൂ, പാമ്പിന്റെ പേടി പോയി. ഇരുട്ട് പേടിയാണെങ്കിൽ ഇരുട്ടിലേക്ക് ഇറങ്ങി ചെല്ലണം. അപ്പൊ നമ്മളെ ഭയപ്പെടുത്തുന്നത് എന്തോ അത് തന്നെയായിരിക്കും നമ്മളെ കൂടുതൽ ശക്തിശാലിയാക്കുന്നതും നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകും. ഉദാഹരണത്തിന്, ഒരാൾക്ക് പബ്ലിക് സ്പീക്കിംഗ് ഭയങ്കര ഭയമാണ്. എനിക്ക് ഒരു സമൂഹത്തിൽ, സദസ്സിൽ, മൈക്കിൽ സംസാരിക്കാൻ പേടിയാണ് എന്ന് വിചാരിച്ചാലോ എന്നും പേടിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസമെങ്കിലും ആ സ്റ്റേജിൽ കയറി ഒരു വാക്കുച്ചരിച്ചാൽ രണ്ടാം ദിവസം 2 വാക്കുച്ചരിക്കും. അങ്ങനെ പതുക്കെ പതുക്കെ സഭാകമ്പം മാറും, പബ്ലിക് സ്പീക്കിംഗ് ഈസി ആവും. പിന്നെ അടുത്തൊരു പ്രത്യേകത, വാല്യൂ അവർ ടൈം. നമ്മുടെ മുൻപിലുള്ള നമ്മുടെ സമയത്തെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക, ശരിക്കും ഉപയോഗിക്കുക. കാരണം നമുക്കറിയാം, ടൈം ഈസ് ദ ഗ്രേറ്റസ്റ്റ് അസറ്റ്. നമ്മുടെ ലൈഫിലെ ഏറ്റവും സുപ്രധാനമായ ഒരു അസറ്റാണ് സമയം. വൺസ് ഗോൺ ഇറ്റ് നെവർ റിട്ടേൺസ്. അത് പോയി കഴിഞ്ഞാൽ തിരിച്ചൊരിക്കലും മടങ്ങി വരില്ല. നോക്കൂ, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എത്രയോ സമയം ഉപയോഗിക്കുന്നു. 3 മണിക്കൂർ 4 മണിക്കൂർ എല്ലാം സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? അപ്പൊ 1 മണിക്കൂറെങ്കിലും നമ്മൾ എന്തെങ്കിലും പുതിയൊരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സമയം കണ്ടെത്തും. അത് ഉപയോഗിക്കേണ്ടെന്നല്ല പറഞ്ഞത്. വേസ്റ്റാക്കി കളയുന്ന സമയത്തു നിന്നും കുറച്ച് സമയം എടുത്തിട്ട് ഒരു പുതിയ സ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാകും. മറ്റൊരു പോയിന്റ്, സ്റ്റേ ഇൻ പോസിറ്റീവ് കമ്പനി. എപ്പോഴും നമ്മൾ നല്ല ശുദ്ധമായ കൂട്ടുകെട്ടിലിരിക്കുക എന്നുള്ളതാണ്. യു ബിക്കം ലൈക്ക് ദ പീപ്പിൾ യുവർസെൽഫ് വിത്ത്. നല്ല നല്ല ആളുകളുമായിട്ട് നമ്മൾ എപ്പോഴും സഹകരിക്കുക. പറയാറില്ലേ, ഏതുപോലെ കൂട്ടുകെട്ട് അതുപോലെ നിറമെന്ന് പറയും. എത്രത്തോളം നമ്മൾ പരിശ്രമിക്കുന്നു, അതുപോലെ മോട്ടിവേറ്റ് ആകപ്പെടുന്നുവോ, അങ്ങനെയുള്ള പരിശ്രമശാലികളായ മോട്ടിവേറ്റർ ആയിട്ടുള്ള കൂട്ടുകാരുമായി നമ്മൾ കൂട്ടുകൂടും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിത ദിശയും അതനുസരിച്ച് പരിവർത്തനപ്പെടും. പിന്നെ അടുത്തൊരു പോയിന്റ്, സെറ്റ് സ്മാൾ ഗോൾസ്, ആക്ട് കൺസിസ്റ്റന്റ്ലി. അപ്പൊ നമുക്ക് വലിയൊരു ജോലി ചെയ്യണം. ആ ഒന്നിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി മാറ്റുക, എന്നിട്ട് അതിനു വേണ്ടി നിരന്തരം പരിശ്രമിക്കുക. പണ്ട് പറയില്ലേ, പയ്യെ തിന്നാ പന തിന്നാന്ന് പറയുന്നത് കൊണ്ടാണ്. സെറ്റ് സ്മാൾ ഗോൾസ്, കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ ചേർത്ത് വലുതാക്കുക. ഒറ്റയടിക്കൊരു വലിയ കാര്യം ഒന്നു ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് എനിക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള ഭയം ഉണ്ടാവും. ഞാൻ എങ്ങനെ ചെയ്യുന്ന ചിന്ത വരും. കുറേശ്ശെ കുറേശ്ശെ പഠിക്കും. ഒരു നോട്ട്സ് പഠിക്കുക, ഒരു പോർഷൻ പഠിക്കുക. ഇത്രയും വലിയ പോർഷൻ ആണോ, ഞാൻ എപ്പോൾ പഠിച്ചു തീരും? അങ്ങനെ ചിന്തിക്കണ്ട. ആ പോർഷനെ പല പല സെക്ഷനാക്കി തിരിക്കൂ. എന്നിട്ട് ഓരോരോ കൊച്ചു കൊച്ചു ടോപ്പിക്കായിട്ട് പഠിക്കൂ. ആ പോർഷൻ നമുക്ക് ഈസി ആയിട്ട് മാറും. ഒരു കോഡിംഗ് മെത്തേഡ് നമ്മളവിടെ അവലംബിക്കുക എന്നുള്ളതാണ്.
പിന്നെന്താണ്? നമ്മൾ എപ്പോഴും നമ്മളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവരുമായി ഒരിക്കലും നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക. കമ്പീറ്റ് വിത്ത് യുവർ സെൽഫ്, നോട്ട് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായല്ല നമ്മൾ നമ്മളെ താരതമ്യം ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഓരോ ദിവസവും നമ്മളെ പരിശോധിക്കുക. ഇന്നലെ ഞാൻ ഇത്രയും കാര്യം ചെയ്തല്ലോ, ഇന്ന് ഇത്രയല്ലേ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വിചാരിക്കേണ്ട. ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എന്താണ് പറയുക, പ്രോഗ്രസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇന്നലെ ഞാൻ എങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെയാകണം. ഇന്നലെ അവരെങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെയാണെന്നല്ല. ഇന്നലെ ഞാൻ എങ്ങനെയായിരുന്നു, ഇന്ന് ഞാൻ എങ്ങനെയാണ്, നാളെ ഞാൻ എങ്ങനെയാകണം. ഈ സ്വയത്തിന്റെ ഉള്ളിലുള്ള കമ്പാരിസൺ മാത്രം ചെയ്തുകൊണ്ടിരിക്കൂ. അതുമാത്രമായിരിക്കും നമ്മളെ മുൻപോട്ട് കൊണ്ടുപോവുക. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോഴോ അത് നമ്മളെ പിറകിലേക്കായിരിക്കും കൊണ്ടുപോവുക. അത് ഏതൊരു മണ്ഡലത്തിലും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം ഇതാണ്. ഇനി മറ്റൊന്ന്, ഹാവ് പേഷ്യൻസ് ആൻഡ് ഡിസിപ്ലിൻ. ഏതൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ക്ഷമയോടുകൂടി ഇരിക്കുക, മര്യാദകളെ പാലിക്കുക. കാരണം സക്സസ് എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്ന ഒരു സാധനമല്ല. വിജയം എന്ന് പറയുന്ന സഫലത ഒരു ദിവസം കൊണ്ടുണ്ടാകുമോ? ഒരിക്കലുമില്ല. കാരണം ഇതൊരു ഹാബിറ്റാണ്. ഈ ഹാബിറ്റാണ് നമ്മുടെ ജീവിതത്തിന് ഷേപ്പ് നൽകുന്നത്. ഓരോ ദിവസവും നമ്മൾ കുറേശ്ശെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നിശ്ചിത ശതമാനത്തിലുള്ള മാറ്റങ്ങൾ മതി. ലാസ്റ്റ് അത് വലിയ മാറ്റങ്ങളായി മാറി. ഇന്ന് ഞാൻ 1% മാറ്റം കൊണ്ടുവന്ന് കരുതുക. അപ്പോൾ ഒരു വർഷമാകുമ്പോൾ എത്ര ശതമാനം മാറ്റം വരും? എത്ര ശതമാനം മാറ്റം വരും? ഒരു ദിവസം 1% എന്ന കണക്കിൽ ഒരു വർഷം 365.5 അല്ലെ? അത്രയും ശതമാനം മാറ്റം തീർച്ചയായിട്ടും കൊണ്ടുവരാൻ സാധിക്കില്ലേ? പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ് അത് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊരു കാര്യം ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ, അതുപോലെ അത് ചെയ്യുക. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ ഞാൻ ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. ഡിസ്കവർ അവർ പാഷൻ. എനിക്ക് എങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും, എൻ്റെ ഭാവനകൾ എന്താണ്, അതാണ് എൻ്റെ യഥാർത്ഥ സത്ത. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ മനസ്സിനൊത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് അതെനിക്ക് യഥാർത്ഥമായ സന്തോഷം നൽകുകയുള്ളൂ. അതുമാത്രമാണ് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ രീതിയിൽ മുൻപോട്ടും കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്കൊരു പാട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് പഠിക്കും, ആ പാട്ട് സോഷ്യൽ മീഡിയയ്ക്ക് ഒന്ന് പാടും. അങ്ങനെ നമ്മുടെ പാഷൻ എന്താണോ അതനുസരിച്ച് നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാം. എനിക്കൊരു കൂട്ടുകാരുണ്ട്, അവന് ഭയങ്കര ആഗ്രഹമാണ് ഒരു TV ഫെയിം ആകണം, ആർട്ടിസ്റ്റ് ആകണം, അഭിനയിക്കണം. പക്ഷെ എന്ത് ചെയ്തില്ല, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭയങ്കര ആക്ഷൻ ഡയലോഗൊക്കെ പറയും, പാട്ടൊക്കെ പാടും, ആക്ഷനൊക്കെ ചെയ്യും. ഞാൻ വേണ്ട, ഒരിക്കലും ഒരു റീൽസ് എങ്കിലും ചെയ്യേ, ടിക്ടോക്കിലോ എവിടെയെങ്കിലും ഒരു റീൽസ് ചെയ്ത് നീ ഒന്നും ഇടും, ഒരു വീഡിയോ ചെയ്തിട്ട്. ഇന്ന് വരെ 32 വയസ്സായി ഇതേവരെ ഒരു റീൽ ഇട്ടിട്ടില്ല. എന്നാൽ ഭയങ്കര ഒറ്റയ്ക്കിരിക്കുമ്പോൾ നല്ല ആക്ഷനായിട്ടൊക്കെ കാണിക്കുക, ഡയലോഗ് പറയുക, പാടുകയൊക്കെ ചെയ്യും. പക്ഷെ അത് ഉള്ളിലുണ്ടെങ്കിൽ ആ ആഗ്രഹം പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു റീലെങ്കിലും അത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും ചെയ്യേണ്ട ധൈര്യം വേണ്ടേ? അതില്ല. പിന്നെ എങ്ങനെ ഫേമസ് ആവും, ആർട്ടിസ്റ്റ് ആവും? അതുകൊണ്ട് നമ്മുടെ പാഷൻ എന്താണോ ആ പാഷനെ കണ്ടെത്തി അത് കുറേശ്ശെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ഇല്ലാതെ അകത്ത് വെച്ചുകൊണ്ട് എനിക്ക് ആകണമെന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും ഒന്നും ആകാൻ സാധിക്കത്തില്ല. കാരണം യൂത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പവറാണ്. ഈ സമയത്തെ നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ യൂത്താണ്. ആ യുവത്വ ശക്തി എന്നാ പറയാ. യുവത്വം എന്നാൽ ശക്തിയുടെ പ്രതീകമായിട്ടാണ് കാണിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം, കോൺഫിഡൻസ് വെക്കണം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ആത്മവിശ്വാസം നമ്മളെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ഓം ശാന്തി.